നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്, പല വീഡിയോകളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ വീണ്ടും ബ്രിട്ടനിൽ ഉണ്ടായിരിക്കുന്നു. ബ്രിട്ടനിൽ അതിശക്തമായ കാറ്റ് വീശുകയാണ്. അതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ബെൽഫാസ്റ്റ് സിറ്റി വിമാനത്താവളത്തിൽ ഒരു വിമാനത്തിന് ക്രാഷ് ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. വിമാനം വലിയ രീതിയിൽ കാറ്റിൽ ആടി ഉലഞ്ഞു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രാഷ് ലാൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എയർലൈൻസ് വിമാനമാണ് ക്രാഷ് ലാൻഡിംഗ് നടത്തിയത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തിയത് കൊണ്ട് തന്നെ മറ്റ് വിമാനങ്ങൾക്കൊന്നും തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതിയും അധികൃതർ നൽകിയില്ല. മാത്രമല്ല, ഒരു ദിവസത്തേക്ക് വിമാനത്താവളം അടച്ചിടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. വിമാനം ഇടിച്ചിറക്കിയതോടെ വിമാനത്തിന്റെ നോസ് ഗിയർ തകർന്നു. റൺവേയുടെ സമീപത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന വിമാനത്തിന് സമീപം 2 ഫയർ എഞ്ചിനുകൾ നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇതും നിർണായകമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ അധികൃതർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പോലീസും ഫയർ സർവീസും ആംബുലൻസും ഒക്കെ ഈ ഒരു വിമാനത്താവളത്തിലേക്ക് വിന്യസിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ, അതായത് ആംബുലൻസ്, ഫയർ സർവീസ്, പോലീസിനെയൊക്കെ വിമാനത്താവളത്തിൽ ഈ ഒരു ക്രാഷ് ലാൻഡിങ്ങിനെ തുടർന്ന് വിന്യസിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതും ഇവിടേക്ക് വരേണ്ടതുമായ വിമാനങ്ങൾ ഇന്നലെ രാത്രി തന്നെ റദ്ദാക്കിയത്. എന്തായാലും ഇന്ന് രാവിലെയോടെ വിമാനത്താവളം തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ഇവിടെ ഇറങ്ങേണ്ട ചില വിമാനങ്ങൾ ബെൽഫാസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്ക് വഴി തിരിച്ചുവിടുന്ന സാഹചര്യവുമുണ്ടായി. ലണ്ടൻ നഗരത്തിൽ നിന്നുള്ള ഒരു ബ്രിട്ടീഷ് എയർവേസ് വിമാനവും ബ്രാഡ്ഫോർഡ് ലീഡിൽ നിന്നുള്ള ഒരു എയർലൈൻസ് വിമാനവും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സ്ഥിര വിമാനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന ഒരു വിമാനമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിൽ അകപ്പെട്ടു പോയത്. എമറാൾഡ് എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എയർ ലിങ്കസിന് വേണ്ടിയിട്ടായിരുന്നു സേവനം നൽകിയിരുന്നത്. എഡിൻബർഗിൽ നിന്നും ബെൽഫാസ്റ്റിലേക്ക് വരികയായിരുന്നു വിമാനം. സംഭവം നടക്കുമ്പോൾ വിമാനത്തിൽ 4 ജീവനക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളും ഏറ്റിട്ടില്ല. ഇന്നലെ ബ്രിട്ടനിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു. ഏതാണ്ട് എല്ലാ ഭാഗത്തും മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഹീത്രൂ വിമാനത്താവളത്തിൽ മാത്രം പ്രതികൂല കാലാവസ്ഥ കാരണം 100ഓളം വിമാന സർവീസുകൾ റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ വാരാന്ത്യത്തിൽ ലക്ഷക്കണക്കിന് യാത്രക്കാർ ഈ ഒരു വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ദുരിതമാണ് നേരിട്ടത്. മാത്രമല്ല, റോഡ്, റെയിൽ, ജല ഗതാഗതവും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ബ്രസീലിൽ നിന്നും മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വിനോദസഞ്ചാരികളുമായി പറന്നുയർന്ന ചെറു വിമാനം തകർന്നു വീണ് മുഴുവൻ യാത്രികർക്കും ദാരുണാന്ത്യം സംഭവിച്ചു. ബ്രസീലിയൻ നഗരമായ ഗ്രമോഡോയിൽ ഞായറാഴ്ചയായിരുന്നു അപകടമുണ്ടായത്. 10 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല. വിമാനം വീണതിനെ തുടർന്ന് താഴെയുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റു. പറന്നുയർന്ന വിമാനം ഒരു വീടിന്റെ ചിമ്മിനിയിൽ തട്ടി. പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഇടിച്ചു. അതിനുശേഷം താഴേക്ക് വീഴുകയായിരുന്നു. ഇതൊരു മൊബൈൽ ഫോൺ ഷോപ്പിലേക്കാണ് തകർന്നു വീണത്. അവിടെയുള്ളവർക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബ്രസീലിയൻ വ്യാപാരിയായ ലൂയി ക്ലൗഡിയോ ഗലീസിയും ബന്ധുക്കളുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സെറാഗൌച്ച പർവ്വത നിരകളിലാണ് ഗ്രാമാഡോ സ്ഥിതി ചെയ്യുന്നത്. തണുത്ത കാലാവസ്ഥ, ഹൈക്കിംഗ് സ്ഥലങ്ങൾ, പരമ്പരാഗത വാസ്തുവിദ്യ ഇതെല്ലാം ആസ്വദിക്കാൻ ബ്രസീലിയൻ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് പതിവാണ്. 19ാം നൂറ്റാണ്ടിൽ നിരവധി ജർമ്മൻ, ഇറ്റാലിയൻ കുടിയേറ്റക്കാർ ഇവിടുത്തെ സ്ഥിര താമസമാക്കിയിരുന്നു. മാത്രമല്ല, ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഇടം കൂടിയായിരുന്നു ഇത്. എന്തായാലും അവിടേക്ക് പുറപ്പെട്ടവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.